അസ്സാം വലൈക്കും. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസാണ് കേട്ടോ. അപ്പോൾ ഫ്രൈഡ് റൈസിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. കേബേജ്, സ്പ്രിങ് ഓണിയന്, ക്യാപ്സിക്കം, പിന്നെ ഇതിൽ ഓണിയന് സവാളല്ലേ അതും വെളുത്തുള്ളിയും കുഞ്ഞുനാത്ത് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ബീൻസ്, ക്യാരറ്റ്, എഗ്ഗ്, ഇന്നലെ എഗ്ഗ് ഉണ്ട് കേട്ടോ. എഗ്ഗ് ഉണ്ട് ഈ ഭാഗത്ത്. ഇത് ചിക്കൻ നമ്മൾ മഞ്ഞളും കുരുമുളക് പൊടിയും ഉപ്പിട്ട് വേവിച്ചിട്ട് അതിങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസ് ആക്കിയതാണ്. പിന്നെ ഉപ്പ്, പിന്നെ വൈറ്റ് പെപ്പറാണത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എന്താ കുക്കിങ്? ഞാൻ ഒന്നും ഫൈസാനില്ല, ഞാൻ എൻ്റെ വീട്ടിലാണ്. ഇപ്പോൾ ഉമ്മ ഉണ്ട് കേട്ടോ. പിന്നെ ഉമ്മയാണ് ചെയ്യണത് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ പൈസ ഭയങ്കര കളിയില്ല. ഇവിടെ വന്നാൽ ഭയങ്കര കളിയില്ല പൈസ. പിന്നെ അവനെ കിട്ടാൻ പണിയാണ്. അപ്പോൾ ഞാനും ഉമ്മയോട്ടാണെന്ന് കുക്ക് ചെയ്യണത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായതിന് ശേഷം ഓണിയനും ഗാർലിക്കും ഇതാക്കി കുനുകുനാക്കി അരിഞ്ഞതാണ്. ഞാൻ കുനുകുനാന്നാ പറയാം കേട്ടോ. ചെറിയ ഇതാക്കിയിട്ട് അരിഞ്ഞതാണ്. കനം കുറച്ചിട്ട് പറയില്ല, കനം കുറഞ്ഞിട്ട് അരിഞ്ഞതാണ് കേട്ടോ. വെളുത്തുള്ളിയും സവോളയും, പിന്നെന്താ ക്യാപ്സിക്കം ഇട്ട് ഒക്കെ ഇടുക. കേബേജ്, ക്യാപ്സിക്കം ഒക്കെ കനമില്ലാതെ അരിയണം അത്ര കേട്ടോ. കനമില്ലാതെ അരിയണം. കനം കുറഞ്ഞിട്ട് അപ്പോൾ വേഗം വാടുന്നു. ഇത് ഫ്രൈഡ് റൈസിലേക്കല്ലേ, വലുതാക്കി അരിയാൻ പാടില്ല. പിന്നെ ബീൻസ്, ക്യാരറ്റ് ഒക്കെ നല്ല കനം കുറഞ്ഞിട്ട് അരിയണേ. അപ്പോഴാണ് അതിൻ്റെ ഭംഗിയും ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. അത് നല്ല വാടണം. ഉപ്പിടണ്ടേ? ഒന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പിടാം, കുറച്ച് ഉപ്പ്. അപ്പോൾ അത് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഒന്ന് വാടണം. വല്ലാതെ വെന്തോടെയൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ആടിക്കിട്ടിയാൽ മതി. അത് വൈറ്റ് പെപ്പറും വൈറ്റ് പെപ്പറാണ്, ബ്ലാക്ക് പെപ്പറല്ല, വൈറ്റ് പെപ്പറാണ്. നല്ല ഇളക്കി കൊടുക്കുക. മൂടി വെക്കണം. ഓക്കെ, മൂടേണ്ട ആവശ്യമില്ല അത്ര. അപ്പോൾ വല്ലാതെ പാടണ്ടല്ലോ, അപ്പോൾ മൂടേണ്ട ആവശ്യമുണ്ടാവും. ഞാൻ ഉണ്ടാക്കട്ടോ ഫ്രൈഡ് റൈസ്, പക്ഷേ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലേ. ഉമ്മ ഉണ്ടാക്കുന്ന നല്ല കടയത്തെ പോലത്തെ ടേസ്റ്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ വൈറ്റ് പേപ്പർ കുറച്ചും കൂടി ഇട്ടിട്ടാ. അതൊക്കെ ഓരോരുത്തരുടെ കണക്കനുസരിച്ച് ഇട്ടാൽ മതി. നോക്കട്ടെ കേട്ടോ. അത് വാടി നല്ല ഉപ്പ് പിടിച്ചെന്നൊക്കെ നോക്കണമെങ്കിൽ നമുക്കങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ചെടുത്തിട്ട് ഉപ്പുണ്ടോന്നൊക്കെ. ഉപ്പുണ്ട്, ആയിട്ടില്ല കേട്ടമ്മ. ആവാണ്ട് ഉപ്പുണ്ട് കേട്ടോ. ഉപ്പ് ഓക്കെയാണ്. ഇരുന്നില്ല, കറക്റ്റാണ്. അപ്പോൾ റൈസ് ഇടാം. ഉപ്പൊക്കെ കറക്റ്റാണ്. റൈസ് ഇടാം. റൈസ് ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്യണേ. സ്പ്രിങ് ഓണിയനും റൈസും കൂടി നല്ല മിക്സ് ആക്കണം.
കുറച്ച് ചില്ലി സോസ്, അപ്പോൾ ചില്ലി സോസും അതെല്ലാം കൂടിയിട്ട് മിക്സാക്കണം കേട്ടോ. സോയ സോസും ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ സോയ സോസ് യൂസ് ചെയ്യലില്ലേ, ചിലരുണ്ടാക്കുമ്പോൾ സോയ സോസൊക്കെ യൂസ് ചെയ്യും. നല്ല മിക്സാക്കണേ. അത് പൊടി എടുത്തിട്ട് അതിനനുസരിച്ചിട്ട് വേണം ഇളക്കാൻ. നമ്മുടെ സ്പീഡിലൊന്നും ഇളക്കാൻ പറ്റില്ല, കാരണം റൈസ് പൊടിഞ്ഞു പോകും. പിന്നെ ഇങ്ങനത്തെ ഇത് വെച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ. നമ്മുടെ സ്റ്റീലിൻ്റെയും അതിൻ്റെ ഒക്കെ എടുത്തിട്ടെങ്കിൽ പൊടിഞ്ഞു പോകും. ഇതാകുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഇളക്കാം. തവ എന്ന് നമ്മൾ പറയും, ചില ഭാഗത്ത് എന്താ പറയുക അറിയില്ല കേട്ടോ. തവ ഇനിയിപ്പോൾ ടേസ്റ്റ് നോക്കാട്ടോ. മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മൂടി വെക്കണം, വേണ്ട? അത് മൂടി വെക്കണം കേട്ടോ. അതങ്ങനെ അമ്മ മിക്സാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ ഭാഗത്തും മിക്സാക്കി എല്ലാം പൊടിയാതെ, അല്ലാതെ കുത്തിയിട്ട് ഇളക്കരുത്. നമ്മൾ ലൈറ്റായി നല്ല സോഫ്റ്റായിട്ട് ഒരു മയത്തിലൊക്കെ ഇളക്കുക. അപ്പോൾ മയത്തിൽ ഇളക്കി ഇനി അത് ഇത് ഓഫാക്കണം. ഇപ്പം ഞാൻ നോക്കട്ടെ കേട്ടോ, ഉപ്പ് എന്താക്കാൻ നോക്കാം. ഉപ്പുണ്ട്. റൈസൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ നോക്കണേ ഉപ്പ് എന്താണെന്ന് വെച്ചാൽ. ഇനി ഒന്ന് കുറച്ച് നേരം മൂടി വെക്കാം. എത്ര മിനിറ്റ് വെക്കണം മൂടിയിട്ട്? ഒരു 5 മിനിറ്റ് മൂടി വെക്കണം. അത്ര ലൈറ്റ് സിമ്മിലാക്കിയിട്ട്, തീ കൂട്ടി വെക്കരുത്, സിമ്മിലാക്കിയിട്ട് അങ്ങനെ മിക്സ് ആക്കിയത് മൂടി വെക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് കൊണ്ട് ആക്കി വെക്കാം. കാരണം റൈസ് നമ്മൾ ആദ്യം ഒരു കറക്റ്റ് വേവ്, ഓവർ വേവ് ആവാതെ കറക്റ്റ് വേവിൽ നമ്മൾ ഊറ്റി വെച്ചതാണ്. കുറച്ച് മുന്നേ ഊറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ബലത്തിലുണ്ടാവുമല്ലോ, ഉടയാതെ ഊറ്റി വെക്കുക. എന്നിട്ട് പിന്നെ അത് ഈ വെജിറ്റബിൾസ് വാടാത്ര നേരമൊന്നും വേണ്ടല്ലോ, അത് ഒന്ന് ഒക്കെ വാടിയതിന് ശേഷം മിക്സാക്കിയ ഫ്രൈഡ് റൈസായി. ഇത്രയുള്ള പണി. പിന്നെ അരി ഉടയാതെയും എല്ലാം കുഴയാതൊക്കെ നോക്കിയാൽ അത്ര. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിൽ ഫ്രൈഡ് റൈസ് റെഡി. പിന്നെ ചിക്കൻ വേവിക്കണം, എഗ്ഗൊന്ന് അങ്ങനെ ഫ്രൈ ആക്കിയെടുക്കണം. അത്രേ പണിയുള്ളൂ. ചിക്കൻ കുക്കറിലിട്ടിട്ട് ഒരു വിസിലാക്കിയിട്ടുണ്ടെങ്കിൽ മഞ്ഞളും കുരുമുളക് പൊടിയും ഉപ്പിട്ട് കുക്കറിൽ വിസിലാക്കിയ ചിക്കനായി. പിന്നെ വെജിറ്റബിൾസ് എന്താ ഉള്ളത് വെച്ചാൽ എല്ലാം നമ്മളുള്ള സ്പ്രിംഗ് ഓണിയനും ക്യാപ്സിക്കും അതിൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ അതും ബെറ്റർ. സാലറി, അപ്പോൾ അതും സാലറി, പിന്നെ വൈറ്റ് പെപ്പർ അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ. അതൊന്നും ഇല്ലെങ്കിലും ക്യാരറ്റും ബീൻസും ഒക്കെ ഉണ്ടായാലും കുഴപ്പമില്ല. ആ ഒരു പൊടികളിട്ട് അതിൻ്റെ ടേസ്റ്റ് കിട്ടും. എഗ്ഗ് മാത്രം വെച്ചിട്ടും ചെയ്യാം. പെട്ടെന്ന് വീട്ടിലൊന്നുമില്ലെങ്കിൽ ക്യാരറ്റും ക്യാപ്സിക്കും കേബേജൊക്കെ ഉണ്ടാവില്ല, ചെറിയൊരു പീസാണെങ്കിലും. റൈസ് നോക്കിയാൽ മതി. റൈസ് നല്ല ഉടയാതെ കിട്ടണം, കറക്റ്റ് വേവിൽ ആക്കി ഊറ്റി വെച്ചിട്ട് പിന്നെ മിക്സ് ആക്കുക. അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ 5 മിനിറ്റ് വെക്കണം അല്ലേ? 5 മിനിറ്റൊക്കെ വെച്ചിട്ട് അപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. അതാ നല്ല ഇങ്ങനെ മൂടി വയ്ക്കും. ഞാൻ തുറക്കണ്ട കേട്ടോ, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന നേരത്തെ മാത്രം തുറന്ന് വെച്ചാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്താണ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ സൗണ്ട് ഒന്ന് കുറച്ച് പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ബൈ.